കെ.സി. മുജീബ് റഹ്മാൻ, കാക്കുനിയുടെയും തീക്കുനിയുടെയും ജീലാനിയുടെയും ഹൃദയം തൊട്ടവൻ. 40 വർഷത്തെ തന്റെ പൊതുജീവിതത്തിൽ വിദ്യാർത്ഥിക്കാലം തൊട്ടേ കെ.സി. പ്രവർത്തിച്ചത് ഈ മണ്ണിലായിരുന്നു. 1999 കാക്കുനിയിലെ ഒരു ചെറുപ്പക്കാരൻ മാരകരോഗം ബാധിച്ചപ്പോൾ ആരുമില്ലാത്ത അവനെ പരിചരിച്ചതും, മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചോരയിൽ കുളിച്ച വസ്ത്രവുമായി ഇറങ്ങി വന്ന കെ.സിയെ ആർക്കാണ് മറക്കാൻ കഴിയുക? കാരക്കുന്ന് പ്രദേശത്തെ ശ്രദ്ധേയമായ ബസ് സ്റ്റോപ്പ് സമരം ഉൾപ്പെടെ കാക്കുനിയിലും പരിസര പ്രദേശങ്ങളിലും സംസ്ഥാന തലങ്ങളിലും നടന്ന നിരവധി ജനകീയ സമരങ്ങളിൽ പ്രവർത്തകരുടെ തോളോട് തോൾ ചേർന്ന് മുന്നിൽ നിന്ന് നയിച്ചു. ഈ നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായിരുന്നു കെ.സി. ഈ നാട്ടിലെ ഓരോ മനുഷ്യരുടെയും ജീവൽ പ്രശ്നങ്ങളിൽ അവർക്കൊപ്പം കെ.സി. കലാപകലുഷിതമായ കാലത്ത് ഈ നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ CK-യോടും MA-യോടുമൊപ്പം മുന്നിൽ നിന്ന് പോരാടിയ ധീരനായ പൊതുപ്രവർത്തകനാണ് കെ.സി. ഈ നാടിന്റെ ഹൃദയത്തുടിപ്പുകൾ തൊട്ടറിഞ്ഞ CK-യുടെയും MA-യുടെയും ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു കെ.സി. കാക്കുനിയിൽ തങ്ങളുടെ അഭാവത്തിൽ പല വിഷയങ്ങളും പരിഹരിക്കാൻ ഇരുവരും ഏൽപ്പിച്ചത് കെ.സിയെ ആയിരുന്നു. അവരുടെ കാലശേഷം ഈ നാടിനെ നയിക്കാൻ കെ.സി. വേണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഈ സ്ഥാനാർത്ഥിത്വം ഒരു നിമിത്തമാണ്. വിദ്യാർത്ഥിക്കാലത്തെ ആരംഭിച്ച രാഷ്ട്രീയ ജീവിതം, 2 തവണ MSF സംസ്ഥാന സെക്രട്ടറി, MSF സംസ്ഥാന ട്രഷറർ, യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി അംഗം, കുറ്റ്യാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ജനകീയാസൂത്രണത്തിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. ജനകീയാസൂത്രണം കൂടുതൽ സുതാര്യമാക്കുന്നതിന് നിർണായക ഇടപെടലുകൾ. കുന്നുമ്മൽ ബ്ലോക്ക് മെമ്പർ, കർഷകൻ, ബിരുദവും ബിരുദാനന്തര ബിരുദവും വിദ്യാഭ്യാസ യോഗ്യത, പൊതുരംഗത്തെ സജീവ സാന്നിധ്യം. പാണക്കാട് കുടുംബം അനുഗ്രഹിച്ച് ആശീർവദിച്ച നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ അഭിമാനത്തിന്റെ പ്രതീകം കോണി അടയാളത്തിൽ വോട്ട് ചോദിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ കെ.സി. മുജീബ് റഹ്മാന് കോണി അടയാളത്തിലാവട്ടെ.